പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിന്റെ സ്ഥിതിയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്നത്. നഗരസഭാ ഓഫീസിന് തൊട്ടു താഴെ വളരെ അടുത്ത് നമ്മുടെ മുത്തൂറ്റ് ആശുപത്രിയുടെ ആ സമീപമുള്ള റിംഗ് റോഡിന്റെ ഭാഗമാണ് രാത്രിയിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ലൈറ്റും തെരുവിളക്കുകളും കത്തുന്നില്ല. ആ റോഡിൽ കൂടിയുള്ള യാത്ര വലിയ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ മാത്രമല്ല, നഗരത്തിലെ എല്ലാ റോഡുകളിലും തെരുവിളക്കുകൾ അണഞ്ഞിട്ട് മാസങ്ങളായി. ഇപ്പോൾ നന്നാക്കുമെന്ന് ഈ ഭരണസമിതിയുടെ നേതൃത്വം നൽകുന്നവർ പറഞ്ഞ് അത് കേട്ട് മടുക്കുകയാണ്. ഇതുവരെയായും അതിൽ നടപടി ഉണ്ടാകാൻ സാധിക്കുന്നില്ല. ഓണക്കാലം അടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും ആ തെരുവിളക്കുകളൊന്ന് പ്രകാശിപ്പിക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നില്ല. മുത്തൂറ്റ് ആശുപത്രിയിൽ വൈകുന്നേരത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അവിടെയുള്ള നേഴ്സുമാർ, അവിടെയുള്ള ജീവനക്കാർ പോകുമ്പോൾ അവർ ഭീതിയോടുകൂടിയാണ് റോഡിൽ കൂടി പോകുന്നത്. പ്രത്യേകിച്ചും അവിടെയുള്ള ആ പാലത്തിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന തൂണുകൾ, അത് രാത്രികാലമായി കഴിഞ്ഞാൽ അവിടെ സാമൂഹ്യ വിരുദ്ധന്മാർ തമ്പടിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. അതുവഴി കടന്നു പോകുന്ന ആളുകൾക്ക് എപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് അറിയുവാൻ കഴിയുന്നത്. ഇത് മനസ്സിലാക്കുവാൻ ഭരണാധികാരികൾ തയ്യാറാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് ലൈൻ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. കുറ്റാക്കൂലിട്ടാണ് ഒരാൾക്ക് പോലും ഒന്ന് നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. നഗരത്തിലെ മറ്റു വാർഡുകളിലെ സ്ഥിതി, ഏതെങ്കിലും വാർഡുകളിൽ ട്യൂബ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പിന്നീട് അത് മാറുന്നത്. ഇടുന്ന ട്യൂബ് ലൈറ്റുകളെല്ലാം ഒരു 1-2 മാസം കഴിയുമ്പോൾ എല്ലാം പ്രകാശിക്കാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇതൊന്നും ശ്രദ്ധിക്കുവാൻ ഭരണസമിതി കഴിയുന്നില്ല. എപ്പോൾ ചോദിച്ചാലും അടുത്താഴ്ച ഇടും, ഇപ്പോൾ ശരിയാക്കി തരാം എന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർമാനും നഗരസഭാ ഉദ്യോഗസ്ഥന്മാരും അവർക്ക് ഒന്നുകൂടി അറിയിപ്പ് പറയുകയാണ്. വളരെ ബുദ്ധിമുട്ടിലാണ് ജില്ലാ ആസ്ഥാനത്തെ ജനങ്ങൾ. പ്രത്യേകിച്ചും റിംഗ് റോഡിലെ തെരുവിളക്കുകൾ കത്തുന്നില്ല. അത് മാറ്റുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. ഹൈമാസ്റ്റ് ലൈറ്റുകൾ പലതും അത് പ്രകാശിക്കാതെ വന്നാൽ പിന്നീട് പ്രകാശിപ്പിക്കുന്ന മാസങ്ങൾ കഴിഞ്ഞാണ്. ഈ കാര്യത്തിലൊരു ശ്രദ്ധയുമില്ല. കുമ്പഴ ഭാഗത്തായാലും പത്തനംതിട്ടയിലായാലും വെട്ടിപ്പുറം ഭാഗത്തായാലും എല്ലാം ഇതുതന്നെയാണ് സ്ഥിതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ അടിയന്തരമായി നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അല്ലാത്തപക്ഷം വലിയ ജനകീയ പ്രതിഷേധം ഈ നഗരസഭയ്ക്കെതിരെ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.